മക്കളെ, അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മെയ് 2-ാം തീയതി റിസൾട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയ് 2-ാം തീയതി തന്നെയാണ് കറക്റ്റായിട്ട് നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു ടെൻഷനും വേണ്ട, കൂളായിട്ട് ഇരിക്കുക. നിങ്ങളെല്ലാവരും പാസ്സായിട്ടുണ്ടായിരിക്കും. കാരണം എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ നമ്മുടെ പബ്ലിക് എക്സാമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ കുട്ടികളെല്ലാവരും നമ്മുടെ ടീച്ചേഴ്സിനൊപ്പം നിന്നുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ അത്രയും എഫേർട്ട് എടുത്ത് ഓരോ ലൈവ് മിസ് ചെയ്യാതെയൊക്കെയാണ് എല്ലാവരും കണ്ടിരുന്നത്. അപ്പോൾ എത്ര നേരമായി കഴിഞ്ഞാലും എല്ലാവരും ഇപ്പോൾ നമ്മൾ മാരത്തോൺ ലൈവുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? കുറേ സമയം നീണ്ടു നിന്ന ലൈവാണ്. നമ്മുടെ ടീച്ചേഴ്സും കുറേ സമയം നിങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ പഠിച്ചത്, എക്സാം എഴുതിയത്. അപ്പോൾ എല്ലാവരും പാസ്സായിട്ടുണ്ടായിരിക്കും എന്നുള്ളത് മിസ്സിന് അറിയാം. അപ്പോൾ നല്ല മക്കളായിട്ട് തന്നെ പഠിക്കുക. ഇനി നിങ്ങൾ 8ാം ക്ലാസ്സിലെ മക്കളെന്ന് പറയാൻ സാധിക്കില്ല അല്ലേ? 8ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ വലുതായി 9ാം ക്ലാസ്സിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി 9ാം ക്ലാസ്സിൻ്റെ ക്ലാസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മക്കളെ, നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. 9ാം ക്ലാസ്സിൻ്റെ സിലബസിൽ നമുക്കിപ്പോൾ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ആ സിലബസിൽ മാറ്റം വന്നിട്ടുള്ള ആ ഒരു ബുക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ മിസ് കൺഗ്രാറ്റ്സ് പറയുകയാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ടൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക്, നമ്മുടെ 8ാം ക്ലാസ് എല്ലാവരും പാസ് ചെയ്ത സ്ഥിതിക്ക് എല്ലാവർക്കും അടിപൊളി കൺഗ്രാറ്റ്സ്. അപ്പോൾ നല്ല മക്കളായിട്ട് തന്നെ ഇരിക്കുക, അടിപൊളിയായിട്ട് ഇരിക്കുക. അപ്പോൾ ഇനി എപ്പോഴാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയെ മിസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ.